ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSLC 2026 എക്സാമിന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ സീരീസാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ മുന്നോട്ട് പോകുന്നത്. SCERT ക്വസ്റ്റ്യനകത്ത് വരുന്ന ചില ക്വസ്റ്റ്യൻ, അതിലെ ആദ്യ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ, വൃത്തത്തിൻ്റെ സമവാക്യം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് 3,2 ആൻഡ് 8,9 ഇസ് എ പോയിന്റ് ഓൺ ഇറ്റ്. മലയാളം മീഡിയം. വൃത്തത്തിൻ്റെ കേന്ദ്രം 3,2, 8,9 വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. ചോദ്യം പറഞ്ഞത് കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, വൃത്തത്തിന്റെ ആരം കാണുക എന്നുള്ളതാണ് ചോദ്യം. ബി ചോദ്യം റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ, വൃത്തത്തിന്റെ സമവാക്യം എഴുതുക എന്നുള്ളതാണ് ബി ചോദ്യം. അപ്പൊ നമുക്ക് ഈ ചോദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു ഷുവർ ക്വസ്റ്റ്യനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനായി നമ്മൾ ആദ്യം ഒരു വൃത്തം വരയ്ക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നോക്കൂ, ദ സെന്റർ ഓഫ് എ സർക്കിൾ ഈസ് 3,2. വൃത്തത്തിന്റെ കേന്ദ്രം 3,2 ആണ്. നമ്മൾ കേന്ദ്രം മാർക്ക് ചെയ്തു. സെന്റർ 3,2, കേന്ദ്രം സെന്റർ 3,2. ഇനി പറഞ്ഞത് 8,9. 8,9 വൃത്തത്തിലെ ഒരു ബിന്ദുവാണ്. ശ്രദ്ധിക്കണേ, 8,9 എ പോയിന്റ് ഓൺ ഇറ്റ്. ഈ സർക്കിളിൽ ഒരു പോയിന്റ് ആണ് 8,9. പറഞ്ഞത് എന്താണ്? കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ, വൃത്തത്തിന്റെ ആരം കാണാനാണ് ക്വസ്റ്റ്യൻ. ആരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ സെന്ററും ഈ എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെന്ത്? റേഡിയസ് എന്ന് പറയുന്നത്. മലയാളം മീഡിയം എന്താണ്? വൃത്തത്തിന്റെ കേന്ദ്രവും എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള അകലത്തിനെയാണ് ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയാം. അപ്പൊ അകലം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അകലം കാണാനുള്ള, ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ പഠിച്ചിട്ടുണ്ട്? നമ്മളെന്ത് സമവാക്യം പഠിച്ചു? റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്ന് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നോക്കൂ, ഇതാണ് x1. x1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ് ഓഫ് ദ ഫസ്റ്റ് പോയിന്റ് അല്ലെ? ഈ ഫസ്റ്റ് പോയിന്റ് എക്സ് കോർഡിനേറ്റ് x1. ഇത് നമ്മൾ എന്താ കൊടുക്കുക? y1, y കോർഡിനേറ്റ് ഓഫ് ദ ഫസ്റ്റ് അല്ലെ? x1 എക്സ് സൂചക സംഖ്യ, y1 ഒന്നാമത്തെ ബിന്ദുവിന്റെ y സൂചക സംഖ്യ. ഇതാണ് x2 വരിക, ഇതാണ് എന്ത് വരിക? y2 വരിക. അപ്പൊ ഇക്വേഷനകത്ത് റേഡിയസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കണ്ടുപിടിച്ചാൽ മതി. ഈ രണ്ട് പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആരെ കിട്ടും? റേഡിയസ് കിട്ടും. അപ്പോൾ അകലം കാണാനുള്ള ഇക്വേഷൻ, ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? d = റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനകത്ത് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ പോവാണ്, അകലം കാണാൻ പോവാണ്. നോക്കിക്കോ, x2 എത്രയാണ്? 8 ആണ്. x2 എന്ന് പറയുന്നത് 8. x1 എത്രയാണ്? 3 ഹോൾ സ്ക്വയർ. നോക്കൂ, x2 8, x1 3. അപ്പൊ 8 മൈനസ് 3 ഹോൾ സ്ക്വയർ. y2 ഉള്ളത് 9, y1 എത്രയാണ്? 2 ഹോൾ സ്ക്വയർ. അപ്പൊ നോക്കൂ, 8 മൈനസ് 3 എന്ന് പറയുന്നത് 5 സ്ക്വയർ ആണ്. 8ൽ നിന്ന് 3 കുറച്ച 5 പ്ലസ് 9ൽ നിന്ന് 2 കുറച്ച 7 അല്ലെ? 9 മൈനസ് 2 7 സ്ക്വയർ. അപ്പോൾ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 5 സ്ക്വയർ എത്രയാണ്? 25. 7 സ്ക്വയർ അറിയാം, 7 സ്ക്വയർ എത്രയാണ്? 49. അപ്പോൾ നോക്കൂ, 25 പ്ലസ് 49, 5 പ്ലസ് 9 14, 1 റിമൈൻഡർ വരും. 2 പ്ലസ് 4 6 പ്ലസ് 1 7. അപ്പോൾ റൂട്ട് 74 എന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? ആ റേഡിയസ്, അകലം കിട്ടിയത്. അപ്പോൾ റേഡിയസ് കിട്ടി. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അകലം റൂട്ട് 74 ആണ്. ഈ അകലമാണ് നമ്മൾ ആരം
ആയിട്ട് വരിക. അപ്പോൾ ആർ എത്രയാണ്? √74. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. വൃത്തത്തിന്റെ സമവാക്യം എങ്ങനെയാണ് എഴുതുക? എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഈ എ ബി എന്ന് പറയുന്നത് നമ്മുടെ സെന്ററിന്റെ എക്സ് വൈ കോർഡിനേറ്റ് ആണ്. എ വരിക കേന്ദ്രത്തിന്റെ എക്സ് സൂചക സംഖ്യ, ബി എന്താണ് വരിക? കേന്ദ്രത്തിന്റെ വൈ സൂചക സംഖ്യ. സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് എ, സെന്ററിന്റെ വൈ കോർഡിനേറ്റ് ആണ് ബി. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. എക്സ് മൈനസ് എ എത്രയാണ്? 3 ഹോൾ സ്ക്വയർ, വൈ മൈനസ് ബി എത്രയാണ്? 2 ഹോൾ സ്ക്വയർ. ആറ് കണ്ടുപിടിച്ചിട്ടുണ്ട്, √74. അപ്പൊ √74 ഹോൾ സ്ക്വയർ. നോക്കൂ, എക്സ് മൈനസ് എ എക്സ് കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ, എക്സ് കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ A3, ബി വൈ കോർഡിനേറ്റ് ഓഫ് ദ സെന്റർ Y2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞ റേഡിയസ് ആണ് √74. അപ്പൊ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ, വൈ മൈനസ് 2. 74 സ്ക്വയർ എത്രയാണ്? √74 സ്ക്വയർ 74. അപ്പൊ ഇതാണെന്ത്? വൃത്തത്തിന്റെ സമവാക്യം. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്ത് കിട്ടും? എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 74. ഇതായിട്ട് CRT ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻസിനകത്ത് വൃത്തത്തിന്റെ സമവാക്യം എഴുതാനുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എന്ത് ചെയ്താൽ മതി ഒന്ന് കാണുക. എല്ലാവർക്കും വിജയാശംസകൾ.